പത്തനംതിട്ട കടമ്മനിട്ടയിൽ സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു. കടമ്മനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നത്. 5 വർഷമായി ഈ കെട്ടിട ഭാഗങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. സി കെ അഭിലാൽ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ കെട്ടിടം ഇത്രയും തകർന്ന അവസ്ഥയിൽ നേരത്തെ തന്നെ പൊളിച്ചു നീക്കേണ്ടതല്ലേ? വീണ്ടും ഒരു അപകടം തലനാരിടയ്ക്ക് ഒഴിവായി എന്ന് വേണോ മനസ്സിലാക്കാൻ? ഭേദപ്പെട്ട മഴ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിരുന്നു. അല്പ മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. ഇതിനിടയിൽ കഴിഞ്ഞ രാത്രി ഒരുപക്ഷെ രാത്രി 12 മണിക്ക് ശേഷമായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇന്ന് രാവിലെ സ്കൂൾ അധികൃതർ എത്തിയ സമയത്താണ് പഴയ കെട്ടിട ഭാഗങ്ങളുടെ ഒരു വശം തകർന്ന നിലയിൽ കണ്ടെത്തിയത്. മേൽക്കൂരയും മൺകട്ട കൊണ്ട് നിർമ്മിച്ച ഭിത്തി അടക്കമുള്ള ഭാഗങ്ങളും തകർന്നു വീണിരിക്കുകയാണ്. ഭാഗ്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷക്കാലയളവായി ഈ സ്കൂൾ കെട്ടിടം പരിപൂർണമായി ഉപേക്ഷിച്ച അവസ്ഥയിലായിരുന്നു. മറ്റൊരു ഇതിൽ താഴ്ച പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കുട്ടികളെയും ക്ലാസ് മുറികളും പരിപൂർണമായി ആ മേഖലയിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു എന്നുള്ളതിനാൽ തന്നെ വലിയൊരു അപകട സാധ്യതയാണ് മാറി നിൽക്കുന്നത്. അതേസമയം തന്നെ കുട്ടികൾ വിശ്രമവേളയിലൊക്കെ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇവിടേക്കുള്ള വഴി പൂർണ്ണമായി ഇന്ന് രാവിലെ അടച്ചിരിക്കുകയാണ്. അധ്യാപകരോടും ഇതുമായി ബന്ധപ്പെട്ട ആളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെക്കുറെ 80 വർഷത്തിനടുത്ത് പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് എന്നുള്ളതാണ്, അല്ലെ? അതെ അതെ. ഈ കടമ്മനിട്ട സ്കൂളിലെ ഏറ്റവും ആദ്യത്തെ ഹൈസ്കൂൾ ആയതിനു ശേഷം പണിത് ആദ്യത്തെ കെട്ടിടമാണിത്. 100 വർഷം പഴക്കമുണ്ട് വിദ്യാലയത്തിന്. ഹൈസ്കൂൾ ആയത് ഏതാണ്ട് 1930കളിലാണ്. അപ്പോൾ ആ സമയത്ത് പണിത കെട്ടിടമാണ്. ഏതായാലും ഒരു 80 വർഷത്തെ പഴക്കം ഈ കെട്ടിടത്തിനുണ്ട്. അപ്പോൾ ഇത് 97 ഹയർ സെക്കൻഡറി വന്ന സമയം മുതൽ ഹയർ സെക്കൻഡറി ആയിരുന്നു ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഹയർ സെക്കൻഡറിക്ക് പുതിയ കെട്ടിടം 2 വർഷം മുമ്പ് പുതിയ നല്ല കെട്ടിടം നിർമ്മിച്ച് അങ്ങോട്ട് മാറി. അതിനുശേഷം ഈ കെട്ടിടം ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റേഡിയം വേണം, നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്റ്റേഡിയം വേണം എന്നുള്ള രീതിയിൽ സ്റ്റേഡിയം പണിയാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി ഇട്ടിരുന്ന കെട്ടിടം തന്നെയാണ്. അപ്പോൾ അത് ഇന്നലത്തെ മഴയത്തും ഒക്കെ ആയിട്ട് അത് ഇടിഞ്ഞു വീണതായിട്ടിരിക്കുന്നു. കുട്ടികളെ ആരും നമ്മളിങ്ങോട്ട് വിടുന്നൊന്നുമില്ല. ഇപ്പോൾ ആരും ഇതിലെ യാത്ര ചെയ്യുന്നുമില്ല, നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ സാധിക്കും. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ ഒരു സ്റ്റേഡിയം പണിയാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് എന്നതിനാൽ തന്നെ പൈതൃക സമ്പത്ത് എന്ന നിലയിൽ ഇത് നിലനിർത്തണമെന്ന് പ്രദേശവാസികളിൽ ചിലർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റണം എന്നുള്ള നിലപാടിൽ സ്കൂളിലെ പ്രധാനപ്പെട്ട അധ്യാപകരടക്കം നിലപാടെടുത്തിരുന്നു. എന്തായാലും വൈകാതെ തന്നെ പൊളിച്ചു മാറ്റാൻ തരത്തിലേക്ക് തീരുമാനങ്ങൾ അടുത്തിരിക്കുകയുമായിരുന്നു, അല്ലേ? അതെ, സ്കൂളിന്റെ പൈതൃകം എന്നുള്ള നിലയിൽ നമുക്ക് സംരക്ഷിക്കുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ വേണമല്ലോ. അപ്പോൾ ഉപയോഗമില്ലാതെ കിടക്കുന്ന ഒരു കെട്ടിടമാണിത്. ഉപയോഗമില്ലാത്തത് കൊണ്ട് തന്നെ പലതരത്തിലും സാമൂഹികമായ അനാശാസ്യ കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ വെച്ചാൽ അത് ആ നിലയ്ക്ക് പോയിരുന്നത്. അതുകൊണ്ട് അതിൽ നല്ലത് അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രയോജനപ്പെടുത്താൻ നല്ലത് ഈ പറഞ്ഞ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളൊരു പ്രൊപ്പോസൽ വെച്ചിരുന്നതാണ്. ഒരു സ്റ്റേഡിയം നിർമ്മിക്കണം, അതിവിടെ ഈ സ്കൂൾ സ്ഥാപിച്ച കൗങ്കോട്ട് ഗോവിന്ദക്കുറുപ്പിന്റെ പേരിലാവണം. അപ്പോൾ പൈതൃകത്തിന്റെ സംരക്ഷണമാവുമല്ലോ. അതാണ് നമ്മുടെ വിദ്യാലയത്തിന്റെയും വിദ്യാലയ സമിതിയുടെയും ഒക്കെ തീരുമാനം. എന്തായാലും സ്കൂൾ വളപ്പിൽ തന്നെയുള്ള പഴയ കെട്ടിടമാണ്. അതിന്റെ പല ഭാഗത്തെ ഓടുകൾ നേരത്തെ തന്നെ തകർന്നിരുന്നു. ഇപ്പോൾ കഴിക്കോലും മേൽക്കൂരയും ഒരു ഭിത്തിയുടെ 2 ഭാഗങ്ങളും അടക്കം തകർന്നു വീണിരിക്കുകയാണ്. ഈ ഭാഗത്തെ കിഴക്കേ ഭാഗത്തോട് ചേർന്ന ഭിത്തി പലയിടത്തും വിള്ളൽ വീണിരിക്കുകയാണ്. ഒരുപക്ഷെ വൈകാതെ തന്നെ ഇത് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും പരിപൂർണമായി 2 വർഷമായി ഉപയോഗിക്കാത്ത കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ് തകർന്നു വീണിരിക്കുന്നത്. മാത്രവുമല്ല ഇത് രാത്രി കാലത്ത് സംഭവിച്ചു എന്നതിനാൽ തന്നെ അപകടം പൂർണ്ണമായി ഒഴിവായിരിക്കുകയുമായിരുന്നു.